ഒരു പറക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടർ. അമേരിക്കയിലെ ഏറ്റവും മാരകമായ യുദ്ധവിമാനത്തെ പരിചയപ്പെടാം. അതാണ് F-47. ആശാൻ ഇപ്പോൾ രഹസ്യ പരീക്ഷണങ്ങളിലാണ്. 6ാം തലമുറ യുദ്ധവിമാനമാണ്. ലോകത്തിന്റെ വ്യോമ മേധാവിത്വം ഏറ്റെടുക്കാനുള്ള അല്ലെങ്കിൽ നിലനിർത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളുടെ തുടർച്ചയാണ്. കഴിഞ്ഞ 5 മാസമായി ഈ പുതുതലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അടച്ചിട്ട ഹാങ്കറുകൾക്ക് പിന്നിലും കർശനമായ സുരക്ഷയിലും ബോയിങ്ങിലെ എഞ്ചിനീയർമാർ ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും മാരകമായ യുദ്ധവിമാനമായി മാറാൻ സാധ്യതയുള്ളതിൽ പ്രവർത്തിക്കുകയാണ്. പെന്റഗൺ ഒരു വാക്കുപോലും പറഞ്ഞില്ല. വലിയ വെളിപ്പെടുത്തലുകളൊന്നുമില്ല. മാധ്യമങ്ങളുടെ കൊട്ടിഘോഷവുമില്ല. എന്നാൽ അമേരിക്കയുടെ വിശാലമായ മരുഭൂമിയിലെ പരീക്ഷണ മൈതാനങ്ങളിൽ എവിടെയോ ആകാശത്തിലെ ഒരു പ്രേതം നിശബ്ദമായും വേഗതയിലും അദൃശ്യമായും പറന്നു നടക്കുന്നുണ്ട്. ഈ വിമാനത്തിന്റെ പേര് F-47 എന്നാണ്. കഴിഞ്ഞ 5 മാസമായി ഈ പുതുതലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് രഹസ്യ പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അടച്ചിട്ട ഹാങ്കറുകൾക്ക് പിന്നിലും കർശനമായ സുരക്ഷയിലും ഈ ലോകം കണ്ട മാരക യുദ്ധവിമാനത്തെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ. 2025 മാർച്ചിൽ US വ്യോമസേന ബോയിങ്ങുമായി ഒരു കരാർ ഒപ്പിട്ടു. ഈ പുതിയ യുദ്ധവിമാനം ഒരു നവീകരണ വിമാനമല്ല. ഇതൊരു ക്ലീൻ സ്റ്റേറ്റ് ഡിസൈനാണ്. പുതുതായി നിർമ്മിച്ചതാണ്. ഇതിഹാസമായ F-22 റാപ്റ്ററിന് പകരമായി ഇത് വരും. വേഗതയെക്കാളും സ്റ്റെൽത്തിനേക്കാളും F-47 ഏറ്റവും ഭയാനകമാക്കുന്നത് അതിൻ്റെ മറ്റു ചില കാര്യങ്ങളാണ്. ബോയിങ് വിമാനത്തിൽ ഒരു നൂതന ഡ്രോൺ സംവിധാനമായ MQ-28 ഗോസ്റ്റ് ബാറ്റിൻ്റെയും B-21 റൈഡർ സ്റ്റെൽത്ത് ബോംബറിൻ്റെയും സാങ്കേതിക വിദ്യകൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നു. മെഷീൻ ലേണിംഗ്, സ്വയം നിയന്ത്രിത തീരുമാനമെടുക്കൽ, അദൃശ്യമായ റഡാർ പ്രൊഫൈൽ എന്നിവയെക്കുറിച്ച് ചിന്തിക്കുക. അതായത് ഈ ജെറ്റ് മറ്റാരാലും തിരിച്ചറിയപ്പെടാതെ മാത്രമേ പറക്കൂ. അത് സ്വയം ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും വായുവിൽ യഥേഷ്ടം വിഹരിക്കുകയും ചെയ്യും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ ഒരു പറക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് വിളിച്ചു. ഒരു പ്രചരണ പരിപാടിയിൽ F-47 5 മാസമായി നിശബ്ദമായി പറക്കുന്നുണ്ടെന്നും 2030 പ്രവർത്തനക്ഷമമാകുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ട്രംപിന്റെ പ്രസ്താവന ഒരു ഔദ്യോഗിക റിലീസിന്റെ ഭാഗമല്ല. പക്ഷേ അത് പ്രതിരോധ വിശകലന വിദഗ്ധരെ ആവേശഭരിതരാക്കി. ബോയിങ് ഇപ്പോൾ ചെയ്യുന്നത് ഒരു മാറ്റത്തെ സൂചിപ്പിക്കുകയാണ്. വർഷങ്ങളായി ലോക്ഹീഡ് മാർട്ടിൻ US വ്യോമശക്തിയിൽ ആധിപത്യം സ്ഥാപിച്ചു. F-22ഉം F-35ഉം അവരുടെ സ്റ്റേബിളുകളിൽ നിന്നാണ് വരുന്നത്. ഇത്തവണ ബോയിങ്ങിന് അംഗീകാരം ലഭിച്ചു. അതൊരു തിരിച്ചുവരവാണ്. ബോയിങ്ങിന്റെ ധീരമായ തിരിച്ചുവരവ്. ഇതിന്റെ വിലയോ ഏകദേശം $20 മില്യൺ, അതായത് ഏകദേശം 167 കോടി രൂപ. എന്നാൽ മൂല്യം സംഖ്യകൾക്കപ്പുറത്താണ്. ഈ ജെറ്റിന് പിന്തുണ നൽകാൻ ഒരു ഫ്ലീറ്റിന്റെ ആവശ്യമില്ല. ഒരു മെഷീനിൽ പാക്ക് ചെയ്ത ഒരു പൂർണ്ണ സ്ക്വാഡ്രൺ പോലെ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭൂമിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ആവശ്യമില്ലാതെ തന്നെ ഇതിന് സ്കാൻ ചെയ്യാനും സ്ട്രൈക്ക് ചെയ്യാനും പിൻവാങ്ങാനും അല്ലെങ്കിൽ റീറൂട്ട് ചെയ്യാനും കഴിയും. F-47 യുദ്ധസിദ്ധാന്തങ്ങൾ പുനർനിർമ്മിക്കാൻ കഴിയുമെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. ശത്രുക്കൾ എന്താണ് തങ്ങൾക്ക് സംഭവിച്ചതെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് ഇത് ദൗത്യങ്ങൾ പൂർത്തിയാക്കി പറന്നുപോകും. ഇപ്പോൾ US വ്യോമസേന മൗനം പാലിക്കുന്നു. ബോയിങ്ങും അഭിപ്രായം പറയുന്നില്ല. എന്നാൽ ലോകം ശ്രദ്ധിച്ചില്ലെങ്കിലും വ്യോമാക്രമണത്തിന്റെ ഭാവിയും ശേഷിയും ഭീകരതയും ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ടാകാമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നു.